ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് കേക്കാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായി അരിച്ച് ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. എന്നാലും നമുക്കിത് പെട്ടെന്ന് തന്നെ ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ച് ഉടച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ബീറ്റർ ഉപയോഗിക്കാത്തത്. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ ബലൂൺ വിസ്കാണ് എടുത്തിട്ടുള്ളത്. 3 എഗ്ഗിനകത്തേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് ബീറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു മിക്സി വെച്ച് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ചെയ്യാൻ കൈക്ക് വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മിക്സി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മെൽറ്റഡ് ബട്ടർ ആയാലും മതി. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ മിക്സിയിൽ വെച്ച് അടിക്കുക ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് അല്പമായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു സ്പാച്ചില വെച്ചോ അതല്ലെങ്കിൽ നമ്മൾ ഈ വിസ്ക് വെച്ച് തന്നെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് മെഷർമെൻ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ബേസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ, മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ഫ്ലോറെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് വന്നാൽ മതി. ബീറ്ററൊന്നും വെച്ച് അടിക്കുകയൊന്നും ചെയ്യരുത്, മിക്സിയിലും അടിക്കുകയൊന്നും ചെയ്യരുത്. ഒരു സ്പൂണോ അതുപോലെ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. മോൾഡ് ഞാൻ നേരത്തെ തന്നെ ഒരല്പം ഓയിൽ തടവി അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ വെച്ച് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. വലിയ എയർ ബബിൾസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പതിവ് പോലെ തന്നെ സാധാരണ ചെയ്യുന്ന പോലെ വലിയൊരു അലൂമിനിയത്തിൻ്റെ ചെമ്പാണ് വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് സമയം ഞാൻ ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തതാണ് നേരത്തെ. ഇനി അതിനകത്തേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് 35 മുതൽ 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കേക്ക് പാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടപ്പ് തട്ടിയിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗം ലേശം ഒരു ബ്രൗൺ കളറായിട്ടുള്ളത്. അപ്പോൾ നന്നായി തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരല്പം ചൂട് തണഞ്ഞതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നന്നായി ഒന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് പാനിൽ നിന്ന് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകും കേക്ക്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാനൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്, പ്ലേറ്റിലേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. സാധാരണ നോർമലായിട്ടുള്ളൊരു സ്പഞ്ച് കേക്കാണിത്. ഇപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇതിൽ കാണിക്കാത്തത്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. ഇപ്പോൾ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്യാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് ഞാനിത് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. 3ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ലെയറിലും ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 3/4 കപ്പ് വെള്ളത്തിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ വെച്ചിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഫൈനൽ ലെയറും വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഫൈനൽ ലെയർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഐസിങ് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ കേക്കിൻ്റെ പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടി മുകളിൽ കൊടുക്കുന്ന ഒരു കോട്ടിംഗ് ആണ്. മസ്റ്റൊന്നുമല്ല, നമ്മൾ സാധാരണ ഐസിങ് ചെയ്യുമ്പോഴൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വേണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രം കോട്ട് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള പോലെ ജസ്റ്റ് അതൊക്കെ ഒന്ന് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ക്രം കോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഐസിങ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാസ്ക്കറ്റ് വീവിൻ്റെ നോസിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ വിപ്പ് ചെയ്ത ക്രീം ബാക്കിയുള്ളത് കളറൊക്കെ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം കളേർഡ് ക്രീം വെച്ചിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ സൈഡ്സിലൊക്കെ ബാസ്ക്കറ്റ് വീവ് ചെയ്തെടുക്കുക. ഈ ബാസ്ക്കറ്റ് വീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പറയുന്ന വീഡിയോ ഞാൻ മുൻപ് ചെയ്തതാണ്. നോസിൽസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ അത് ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആവും. നോസിൽസിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണത്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് റോസും അതുപോലെ 2-3 പിയോണി അതുപോലെ പിന്നെ കുറച്ച് ഹൈഡ്രേഞ്ചിയ എത്രയാണ് വരച്ചു കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് സ്വിറൽസും വെച്ചിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ക്രീം വെച്ചിട്ട് കുറച്ച് ലീവ്സും വരച്ചു കൊടുക്കാം. ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. വളരെ ഈസിയാണ് റെഡിയാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, കാണാനും കളർഫുള്ളാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഓവനൊന്നുമില്ല. ബീറ്ററും നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനേ എടുത്തിട്ടുള്ളൂ. അതിന് പകരം നിങ്ങളിപ്പോൾ ക്രീമിൻ്റെ പൗഡറാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.